കോതമംഗലം നഗരസഭയുടെയും താലൂക്ക് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ക്യാൻസർ നിർണയ പദ്ധതിയുടെ ഉദ്ഘാടനം കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ നിർവഹിച്ചു. ഡിസംബർ 28 വരെ നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ടെസ്റ്റുകളും തുടർ ചികിത്സകളും സൗജന്യമായിരിക്കും. കോതമംഗലം നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായി നടത്തുന്ന ക്യാൻസർ നിർണയ ക്യാമ്പുകളുടെ വാർഡ് തല ഉദ്ഘാടനം എം.എൽ.എ. ആന്റണി ജോൺ നിർവഹിച്ചു. ജനങ്ങളുടെ ആരോഗ്യം അത് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രഥമ ഉത്തരവാദിത്വമായി എടുത്തുകൊണ്ടാണ് നഗരസഭ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ മെച്ചപ്പെട്ട പ്രവർത്തനം, അതോടൊപ്പം തന്നെ നിരവധി നമ്മുടെ വെൽനസ് സെന്ററുകളടക്കം ഇവിടെ സമീപത്തില് നമ്മുടെ ഗവൺമെന്റ് നിരവധി ആളുകൾ ഒരു ദിവസം മറ്റ് വിവിധ വാർഡുകളിൽ നിന്നും തിരുമാറ പഞ്ചായത്തിൽ നിന്നും അടക്കം ആളുകൾ അവിടെ ആശ്രയിക്കുകയാണ്. സംസ്കാര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ ടോമി എബ്രഹാം അധ്യക്ഷനായി. ഡിസംബർ 28 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ താലൂക്ക് ആശുപത്രി ജീവനക്കാർ നഗരസഭയിലെ ഓരോ വാർഡിലും സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും. 30 വയസ്സിനു മുകളിൽ പ്രായമുള്ള ഏവർക്കും ക്യാമ്പിൽ പങ്കെടുക്കാവുന്നതാണ്. ക്യാൻസറിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ സ്കാനിംഗ്, രക്തപരിശോധന ഉൾപ്പെടെയുള്ള വിശദ പരിശോധനകൾക്കായി ജനുവരി 4 താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടത്തുന്ന മെഗാ ക്യാമ്പിൽ പങ്കെടുപ്പിക്കും. വാർഡ് തല ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമേ മെഗാ ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരമുള്ളൂ. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ടെസ്റ്റുകളും തുടർ ചികിത്സകളും സൗജന്യമായിരിക്കും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.വി. തോമസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എ. നൌഷാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ്, കൗൺസിലർമാരായ പി.ആർ. ഉണ്ണികൃഷ്ണൻ, എൽദോസ് പോൾ, സിജോ വർഗീസ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ സി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജേഷ് പി.എസ്. എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.